ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോംബോയായിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ. എന്നാൽ ഫിനാലെ കഴിഞ്ഞ് ജാസ്മിൻ അനുഭവിക്കാൻ പോകുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട് നമ്മുടെ ഗബ്രി. ഗബ്രി പറയുന്നത് ഇങ്ങനെ: ഞാൻ പോയ സ്റ്റേജിൽ കൂടെ ജാസ്മിൻ പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നേക്കാൾ ഭീകരമായ സംഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്നും നല്ല ബോധ്യം തനിക്കുണ്ട്. ബിഗ് ബോസിനകത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അതിനേക്കാൾ ഭീകരമായ എൻവിറോൺമെന്റിലേക്ക് വരുമ്പോൾ മനുഷ്യനല്ലേ തളർന്നു പോവും എന്ന് ഗബ്രി പറയുന്നു. ഇതിനെക്കുറിച്ച് ജാസ്മിനോട് പറഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് ഗബ്രി മറുപടി പറയുന്നത് ഇങ്ങനെ: ഞാൻ ജാസ്മിനോട് പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടിരിക്കണം. എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ താൻ ചെയ്തതെന്താണോ ആ ഐഡിയയാണ് ഞാൻ ജാസ്മിന് പറഞ്ഞു കൊടുത്തത് എന്നും ഗബ്രി പറയുന്നു. ആളുകൾ എത്ര അടിച്ച് താഴ്ത്തിയിടാൻ ശ്രമിച്ചാലും, നമ്മളെ എത്ര തളർത്തിയിടാൻ ശ്രമിച്ചാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നും ഞാൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഗബ്രി പറയുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ജാസ്മിൻ ഏറ്റെടുത്തത് കൊണ്ടായിരിക്കണം ജാസ്മിൻ ഇപ്പോഴും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ഗബ്രി പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഗബ്രി ജാസ്മിൻ കോംബോ. ബിഗ് ബോസ് സീസൺ 6 ഇത്രയധികം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ജാസ്മിൻ ജേഫറാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടാണ് ജാസ്മിൻ പുറത്തിറങ്ങിയത്.